ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻ തൊഴുത്തിൽ വാതിലൂടെ കടക്കാതെ വേറെ വഴിയായി കയറുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാവുന്നു. വാതിലൂടെ കടക്കുന്നവനോ ആടുകളുടെ ഇടയനാവുന്നു. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 1 തുടങ്ങിയുള്ള ചില വാക്യങ്ങള്. കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യും. നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി വിളിച്ചതുപോലെ ശരീരം ഒന്ന്, ആത്മാവ് ഒന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്, എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിലും കൂടെ വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, നീ തലയായി നിന്റെ ശരീരമായി ഞങ്ങളെ പണിതുകൊണ്ടിരിക്കുന്ന നിന്റെ വിശ്വസ്തതയ്ക്കായി സ്തോത്രം. ഞങ്ങൾ വെറും പൊടിയാണ് കർത്താവ്. ഞങ്ങളുടെ അകൃത്യ നിമിത്തം കർത്താവ് ഞങ്ങളെ വസിക്കുന്നതായിട്ടുള്ള ദുഷ്ടതയ്ക്ക് കർത്താവേ പരിഹാരം കണ്ടെത്തി നീ മാത്രമാണ്. നീ മാത്രമേ മധ്യസ്ഥനുള്ളൂ. നീ മാത്രമേ ഞങ്ങളുടെ ഇടയിലുള്ള കർത്താവ്. നിന്റെ സ്നേഹത്തിനായി സ്തോത്രം ചെയ്യും. ഞങ്ങളെ പണിതെടുത്ത് കർത്താവ് നിന്നോട് സദൃശ്യന്മാരായി തരുവാൻ, നിന്നോട് അനുരൂപരാക്കി തരുവാൻ എന്നൊക്കെയുള്ള കർത്താവിന് കൃപ തോന്നുമാറാകണം. ഞങ്ങളുടെ ബലഹീനതകൾക്ക് മീതെ നിന്റെ കൃപ കൊണ്ട് കവിഞ്ഞ് നിന്റെ പ്രവൃത്തി കർത്താവ് നീ പൂർണ്ണമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ബലഹീനതകള്, ഞങ്ങളുടെ ദുഷ്ടതകൾ കർത്താവ് നീ വെളിപ്പെടുത്തി തരുമ്പോൾ അതുമേ കർത്താവ് ഞങ്ങൾ സ്വയം പ്രശംസ എടുക്കുന്നവരായിട്ടല്ല, അകൃത്യമേറ്റ് പറഞ്ഞ് ഉപേക്ഷിച്ച് കളഞ്ഞുകൊണ്ട് നിന്നെ ധരിപ്പാനിടയാക്കിയാട്ടെ. പരിശുദ്ധാത്മാവ് ദൈവം പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ സ്തോത്രം. ചില ആഴ്ചകളായിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന വിഷയമാണ് ആട്ടിൻതൊഴുത്ത് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ ശരീരമായിരിക്കുന്ന സഭ ഏത് വിധത്തിലുള്ളതായിരിക്കണം, അതിൻ്റെ സ്വഭാവം എന്താണെന്നാണ് നാം ആദ്യമായിട്ട് വിവരിച്ചത്. സ്തോത്രം. അവിടെ പറഞ്ഞത്, നിങ്ങളെ വിളിച്ച വിളിക്ക് യോഗ്യമാവണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തെ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യും. ഇത് നടക്കണമെങ്കിലുള്ള കാര്യമാണ് താഴെ പറയുന്നത്. ഇതൊക്കെ ഞാൻ നേരത്തെ വിവരിച്ചതാ. ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കണം. ഇത് നടക്കണമെങ്കിൽ എന്തായിരിക്കണം? ശരീരം ഒന്ന്. നിങ്ങളെ വിളിച്ചപ്പോൾ പ്രത്യാശ ഒന്ന്, ശരീരം ഒന്ന്, ആത്മാവ് ഒന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്. ഈ സ്നാനം ഒന്ന് കടന്നു പോയിട്ട് ഞങ്ങൾ കുറച്ച് പുറകോട്ട് തിരിഞ്ഞു വന്നു. വിശ്വാസം ഒന്നെന്ന് തെളിയിക്കുക. കാരണം ഇന്ന് അനേകർക്ക് ക്രിസ്തീയ ഗോളത്തിൽ 99% ശരിയായ വിശ്വാസമല്ല. ഞാനൊരു ഡെഫിനേഷൻ എല്ലാം തന്നെ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചു തന്നതാണ്. നമ്മുടെ ഏതൊരു സാഹചര്യത്തിലും ക്രിസ്തുവിൽ മാത്രം, നമ്മുടെ ക്രിസ്തു എന്ന പേഴ്സണാലിറ്റിയിൽ മാത്രം നമ്മുടെ ആശ്രയം വെച്ചുകൊണ്ട് അവനിൽ ആശ്രയിച്ചുകൊണ്ട് ജയമെടുക്കുന്നതാണ് വിശ്വാസം. ക്രിസ്തുവിനെ കുറിച്ചുള്ള ചരിത്രപരമായിട്ടുള്ള നോളജ് ദൈവവചനത്തിൽ നിന്ന് സത്യവേദ പുസ്തകം തന്നെ കിട്ടിയതായിരിക്കാം. അത് ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് അംഗീകരിച്ചത് കൊണ്ടായില്ല. ഞാൻ പാപിയായിരുന്നു, യേശു ക്രിസ്തു എനിക്ക് പകരം, എന്റെ സൃഷ്ടിതാവായവൻ, ആകാശം അതേ ഭൂമിയെ വിരിച്ചവൻ എനിക്ക് പകരമായിട്ട് മനുഷ്യനായിട്ട് അവതരിച്ചോ, അവൻ എനിക്ക് പകരമായിട്ട് മരിച്ചടക്കപ്പെട്ട് ഉയർത്തു എന്ന് വെച്ച് പറയുന്നത് അത് വിശ്വാസത്തിന്റെ പൂർണ്ണതയായില്ല. ഇതെല്ലാം ശരി തന്നെയാണ്. ഇതെല്ലാം ക്രിസ്തുവിന്റെ വിശ്വാസത്തെ നമ്മുടെ ഹൃദയത്തിൽ വാഴുവാൻ സ്വീകരിക്കേണ്ടതിന് ആവശ്യമായ കണ്ടീഷൻസ് മാത്രമേ ആകുന്നുള്ളൂ. സ്തോത്രം. നമ്മൾ പലരും ഗൾഫിൽ പോയിട്ടുള്ളവരാ. ഗൾഫിൽ പോകണമെങ്കിൽ അതാത് രാജ്യത്തിൻ്റെതായ ഒരു വിസ നമുക്ക് കിട്ടണം. ആ വിസ കിട്ടണമെങ്കിൽ ചില കണ്ടീഷൻസ് ഫോളോ ചെയ്യണം. ഞാൻ 1-2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന നീ എവിടെ ഇരിക്കുന്നേ ഉള്ളൂ? നീ ഈ രാജ്യത്ത് ഇരിക്കുന്നതേ ഉള്ളൂ. ഇതേപോലെ ദൈവരാജ്യത്തിന് കണ്ടീഷൻസ് ഉണ്ട്. വിശ്വാസം എന്ന് പറയുമ്പോൾ ഞാൻ കുറച്ചുകൂടി ഒന്ന് താഴ്ത്തിലേക്ക് പറയാം. ഇന്ന് അനേകർക്ക് തെറ്റായി ധരിച്ചിരിക്കുന്നത് ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു നോളേജുള്ള അംഗീകാരം ഇറ്റ്സ് നോട്ട് സഫീഷ്യന്റ്. ആ അംഗീകാരം ഒരു കണ്ടീഷൻ ആകുന്നുള്ളൂ. അതിൽ കൂടെ ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ വാഴുവാൻ സ്വീകരിച്ചേ മതിയാകുള്ളൂ. കാരണം നമ്മൾ വാഴുന്നത് വരെ പാപമായിരുന്നു. റോമാലേഖനം 6-ാം അധ്യായം. നിങ്ങൾ പാപത്തിന്റെ ദാസന്മാരായിരുന്നുവെങ്കിലും, ദാസന്മാരെന്തെന്ന സെർവൻസ്, സ്ലേവ്സ്,
ടു ദ സിൻ. ആയിരുന്നെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ചാൽ അതിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസന്മാരായി തീരും. ഒബീഡിയൻസ് ടു ദ ലോ അല്ലെങ്കിൽ ഒബീഡിയൻസ് ടു ദ ഗോസ്പൽ നമ്മൾ അടുത്തിലേക്ക് വരാൻ പോകുന്നുണ്ട്. ഇതിലേക്ക് ബേസ് കിടക്കുന്നത് വിശ്വാസത്താൽ ക്രിസ്തുവിനെ ഹൃദയത്തിൽ വാഴുവാൻ സ്വീകരിക്കുന്നതാണ്. സ്വീകരിച്ചു, അത് കഴിഞ്ഞിട്ട് ഒരു മിഥ്യാമൂർത്തി അല്ലെങ്കിൽ ഒരു ഇമാജിനേഷനെയാണോ നാം സ്വീകരിക്കുന്നത്? ലിവിങ് സോഴ്സ്, ലിവിങ് പേഴ്സണാലിറ്റി. അവന്റെ ഹൃദയത്തിൽ വന്ന് അവളെ ഭരിക്കണം. നമ്മിൽ കൂടെ സ്വർഗത്തെയും ഭൂമിയെയും സകലത്തെയും ഭരിക്കണം. ദാറ്റ് ഈസ് ദ ഫെയ്ത്ത്. അല്ലാത്തെല്ലാം വിശ്വാസമല്ല. ഹിസ്റ്റോറിക്കൽ നോളജ്, നോ വാല്യൂ. ദുഷ്ടന്മാർക്കും പിശാചുകൾക്കും അത് ഉണ്ടെന്നാണ് യാക്കോബ് തന്റെ ലേഖനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് വിശ്വാസത്തിന്റെ 1 പത്രോസ് 1:7 പറഞ്ഞിരിക്കുന്നത് എന്താ? സ്തോത്രം. തീയിൽ ഊതിക്കഴിക്കുന്ന പൊന്നിനേക്കാളും നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന എന്ന് പറഞ്ഞാൽ ജെന്യുവിനിറ്റി, ഒറിജിനൽ ആണോ അല്ലയോ എന്ന് പരിശോധിക്കാനാണ് ടെസ്റ്റുകൾ എടുത്തത്. ടെസ്റ്റ് ഇടുമ്പോൾ അതിൽ ആശ്രയിക്കുന്ന പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. പരിശുദ്ധാത്മാവ് തന്നെയാണ് ടെസ്റ്റ് ഓർഗനൈസ് ചെയ്യുന്നത്. നിന്റെ വിശ്വാസം ജെന്യുവിൻ ആണോ? നീ ക്രിസ്തുവിലാണോ ആശ്രയിക്കുന്നത്? നിന്റെ കൊടുങ്കാറ്റ് വരുമ്പോൾ, പരിശീലനങ്ങൾ വരുമ്പോൾ, പരീക്ഷകൾ വരുമ്പോൾ, പരിശോധനകൾ വരുമ്പോൾ ഉയർത്തെഴുന്നേറ്റവനായി ക്രിസ്തുവിലാണോ നീ ആശ്രയിച്ച് ജയം പ്രാപിക്കുന്നത്? അല്ല മറ്റു കാര്യങ്ങളിലാണോ? നിന്റെ സെൽഫിലാണോ? നിന്റെ വാക്സാമർത്ഥ്യത്തിലാണോ? ദുഷ്ടാശ്രയങ്ങളിലാണോ? മനുഷ്യാശ്രയങ്ങളിലാണോ? ലോകത്തിന്റെ ആശ്രയങ്ങളിലാണോ? യു ആർ ഔട്ട്. യു ആർ നോട്ട് ഇൻ ക്രൈസ്റ്റ്. ഹല്ലേലൂയ. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന അനേക വാക്യങ്ങളുണ്ട്. ഒബീഡിയൻസ് കൂടാതെ ഹോളിനെസ് ഇല്ല. ഞാൻ വളരെ വ്യക്തമായിട്ട് സിമ്പിൾ ലാംഗ്വേജിൽ പറയാം. ഏദൻ തോട്ടത്തിൽ ആദാമിനെയും ഹവ്വയെയും സൃഷ്ടിച്ചത് ആദാമിനെ സ്വന്തം ഇമാജിനും നാം നമ്മുടെ സാദൃശ്യത്തിലും നമ്മുടെ രൂപത്തിലും ഒരു മനുഷ്യനെ ഉണ്ടാക്കുക. ദൈവം എത്രമാത്രം വിശുദ്ധനായിരുന്നു അത്രമാത്രം വിശുദ്ധനായിട്ടാണ് ആദാമായിരുന്നത്. He was holy as God is holy. ആ വിശുദ്ധൻ എന്ന ആദാമിനെ അശുദ്ധൻ എന്ന അവസ്ഥയിലേക്ക് മാറ്റുന്നതിന് കാരണം എന്തായിരുന്നു? Disobedience to the law of God. അതിന് നേരെ റിവേഴ്സ് ചെയ്യണമെങ്കിൽ വേണം obey the law of God. No way other than that. ഇത് വളരെ സിമ്പിൾ ആയ ഒരു ലാംഗ്വേജ് ആണ്. വളരെ സിമ്പിൾ ആയ ഒരു ലാംഗ്വേജ് ആണ്. ഡിസോബീഡിയൻസ് ആയിരുന്നു വിശുദ്ധൻ എന്ന ആദാമിനെ അശുദ്ധൻ എണ്ണുവാൻ കാരണമാക്കി തീർത്തത്. ആ അശുദ്ധൻ എന്ന അവസ്ഥയിൽ നിന്നും വിശുദ്ധൻ എന്ന അവസ്ഥയിലേക്ക് വരണമെങ്കിൽ you have to deny yourself and obey the commandments of God. അപ്പോൾ ഈ കമാൻഡ്മെന്റ്സ് എവിടെയാണ്? ഈ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്ന 4 സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്ന പഠിച്ചാൽ മതിയോ? മലയിലെ പ്രസംഗത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ പഠിച്ചാൽ മാത്രം മതിയോ? That's all just simple things. നീ ഉയർത്തെന്നുവെച്ച ഒരു പേഴ്സണാലിറ്റിയാണ് നിന്റെ ഹൃദയത്തിൽ വാഴുവ സ്വീകരിച്ചിരിക്കുന്നത്. സ്വർഗത്തിലും ഭൂമിയിലും എന്തിനേയും എന്തു ചെയ്യുവാൻ അധികാരമുള്ളവൻ. നിന്നെ നരകത്തിലെറിയുവാനും നിന്നെ നിത്യജീവിലേക്ക് പ്രവേശിപ്പാനും അധികാരമുള്ളവൻ. എന്നാൽ നീ ഒരു ഫ്രീ മോറൽ ഏജന്റ് ആയിരിക്കുന്നിടത്തോളം നിന്റെ സ്വാതന്ത്ര്യത്തിനെ കൈ കടത്തുന്നവനല്ല ദൈവം. വളരെ മനസ്സിലാക്കുക. നീ എത്ര പ്രാർത്ഥിച്ചാലും എത്ര വചനം വായിച്ചാലും എന്തെല്ലാം ത്യാഗപ്രവർത്തികൾ ചെയ്താലും unless otherwise you be obedient to Christ, you are out of the kingdom of God. അതുകൊണ്ട് വിശ്വാസം എന്ന സബ്ജക്റ്റ് വളരെ ക്ലീൻ ആക്കി മനസ്സിലാക്കുക. ഇനി ഞാൻ വേണമെങ്കിൽ അനേക ഉദാഹരണങ്ങളിലൂടെ പറഞ്ഞു തരാം. സ്തോത്രം. ഒരു രോഗം വന്നു, നിനക്ക് സെൽഫ് ലവ് ഉണ്ടെങ്കിൽ ആ രോഗം വരുമ്പോൾ നിനക്കറിയാം തീർച്ചയായിട്ടും മരണഭീതി വരും. എനിക്കും വരാറുണ്ട്. ഇഫ് യു ഡിനൈ യുവർ സെൽഫ്, തന്റെ ജീവനെ കൊടുക്കുന്നവൻ അതിന് നേടും. ഈ ലോകത്ത് തന്നെ ജീവനെ കൊടുക്കുന്ന കളയുന്നവൻ അതിന് നിത്യജീവനായിട്ട് നേടും. ശത്രു പല ചിന്തകളും കൊണ്ടുവരാം. പക്ഷേ ഞാൻ തന്നെ പുനരുദ്ധാനം ജീവനമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരണം കാണുകയില്ല. അവിടെ വിശ്വാസം എന്ന വാക്കിന്റെ ഡെഫിനേഷൻ എന്താ? ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം?
ഒന്നാമത്തില് അവൻ വീണ്ടും ജനനം പ്രാപിച്ചവനായിരിക്കണം. അതിനാണ് ആദ്യത്തെ ക്ലോസ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ തന്നെ പുനരുത്ഥാനം ജീവനമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. സ്തോത്രം. അത് ഫസ്റ്റ് കണ്ടീഷൻ. മരിച്ചാലും ജീവിക്കും. ആത്മീയമായിട്ട് മരിച്ചിരിക്കുന്നവൻ ക്രിസ്തുവിൽ വിശ്വസിച്ച് നിത്യജീവന്റെ സോഴ്സ് ആയിരിക്കുന്ന, ഉറവിടമായിരിക്കുന്ന, റിസോഴ്സ് ആയിരിക്കുന്ന ക്രിസ്തു ഉള്ളിൽ വന്നാൽ നീ ജീവിക്കും, അല്ലെങ്കിൽ യു ആർ ഡെഡ്. അങ്ങനെ ജീവിച്ചിരിക്കുന്നവൻ തുടർന്ന് പോകുമ്പോൾ പല പ്രതികൂല കാറ്റുകൾ വരാം, പല വിഷയങ്ങൾ വരാം. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരണം കാണുകയില്ല. ബിക്കോസ് ലൈഫ് ഈസ് ഇൻ യു. അത് സർവത്തിലും വലിയതാണ്, സർവത്തിലും മീതയാണ്. ഇറ്റ്സ് നോട്ട് എൻ ഇമാജിനേഷൻ, ഇറ്റ്സ് നോട്ട് എ തിയറി, ഇറ്റ്സ് എ റിയാലിറ്റി. ക്രിസ്തു ഉയർത്തെന്ന ഒരു പേഴ്സൺ ആണോ ഇല്ലയോ? അല്ലെങ്കിൽ ഒരു ഇമാജിനേഷൻ ആണോ, ഒരു സ്റ്റോറിയാണോ, മറ്റു ദൈവങ്ങളെ പോലെ ഒരു കഥയാണോ? ഇറ്റ്സ് എ റിയാലിറ്റി. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ, എന്നിൽ ആശ്രയിക്കുന്നു പറഞ്ഞാൽ ആശ്രയം മാത്രം എന്നിൽ ക്രിസ്തു വസിച്ചാൽ ഞാൻ ഒരു നാളും മരിക്കുകയില്ല. കാരണം എന്താ? മരണത്തെ ജയിച്ചവനാണ് എന്നിൽ വസിക്കുന്നത്. മരണത്തെ ജയിച്ചവൻ. എത്രയോ പ്രാവശ്യങ്ങൾ അനുഭവത്തിൽ കൂടെ ഞാൻ പറഞ്ഞു, ഇറ്റ്സ് എ റിയാലിറ്റി, ഇറ്റ്സ് എ റിയാലിറ്റി. അപ്പൊ അതിന് പരമായിട്ട് അനേക വചനങ്ങൾ തന്നെ കൊണ്ടുവരാം, തിരുവെഴുത്തുകളിൽ തന്നെ നിങ്ങൾക്ക് പറയാം. സ്തോത്രം. അതെല്ലാം ദൈവം തന്നെ വെച്ചിരിക്കുന്നത് അങ്ങനെയുള്ളവർക്ക് പോണെങ്കിൽ ആ വഴിക്ക് പോയിക്കോട്ടെ. സ്തോത്രം. 2 തെസ്സലോനിക്കയിലേത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നതാണ്. സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളായികയാൽ, സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളായികയാൽ എന്ന് പറഞ്ഞാൽ എന്താ? സത്യം ഉപദേശത്തെയാണോ? സത്യം ഉപദേശിക്കുന്ന പാസ്റ്ററെയാണോ? സത്യം ഉപദേശിക്കുന്ന സഭയാണോ? വാട്ട് ഈസ് ട്രൂത്ത്? ഒരു എപ്പിസോഡ് അതിന് വേണ്ടി റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വാട്ട് ഈസ് ട്രൂത്ത്? ക്രൈസ്റ്റ് ഹിംസെൽഫ്. ക്രൈസ്റ്റ് ഹിംസെൽഫ് ഉയർത്തെഴുന്നേറ്റവൻ യേശു ക്രിസ്തു തന്നെ. അവനെ സ്നേഹിച്ച് കൈക്കൊള്ളായികയാൽ ന്യായവിധി വരേണ്ടതിന് ദൈവം തന്നെ ബോഷ്ക്ക് വിശ്വസിക്കുമാർ വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കുന്നു. ഇതുകൊണ്ടാണ് സത്യത്തെ കൈക്കൊള്ളാൻ, ഒരു പ്രതികൂല കാറ്റ് വന്നാൽ, ഒരു പ്രതികൂല വിഷയം വന്നാൽ ക്രിസ്തുവിനെ കൈക്കൊള്ളാൻ തയ്യാറാവുന്നില്ല. അവിടെ സെൽഫിനെ കൊണ്ടുവരികയാണ്, ലോക ആശ്രയങ്ങൾ കൊണ്ടുവരികയാണ്. യു ആർ നോട്ട് ഇൻ ഫെയ്ത്ത്, യു ആർ നോട്ട് ഇൻ ഫെയ്ത്ത്. നിങ്ങൾക്ക് പറയാൻ വിശ്വാസിയാണ്, പെന്തക്കോസ്തുകാരാണ്, പെന്തക്കോസ്തുകാരെയാണെന്ന് പറയാം, ബട്ട് യു ആർ നോട്ട് ഇൻ ക്രൈസ്റ്റ്. ഉയർത്തെഴുന്നേൽപ്പിന്റെ കാഹളം കേൾക്കുമ്പോൾ എടുക്കപ്പെടുകയില്ല. നമ്മൾ സമാഗമന കൂടാരത്തിന്റെ പുറപ്പാടിന്റെ വിഷയങ്ങളൊക്കെ പഠിപ്പിക്കുമ്പോൾ കാഹളധ്വനിയുടെ വിഷയം നമ്മൾ സംഖ്യാപുസ്തകം 10-ാം അധ്യായത്തിൽ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ആദ്യത്തെ കാഹളം ഊതുമ്പോൾ എന്തിനാണ്? സഭയെ സമാഗമന കൂടാരത്തിന്റെ മുമ്പിൽ കൂട്ടി വരുത്തണം. സമാഗമന കൂടാരം എന്ന് പറഞ്ഞാൽ ടെന്റ് ഓഫ് മീറ്റിംഗ് പ്ലേസ്. ജീവനുള്ള ദൈവം മീഡിയേറ്റർ ആയിരിക്കുന്ന മോശയും ഇടയ്ക്ക് നിൽക്കുന്നതാണ്. ജനത്തിനും നിത്യനായ ദൈവത്തിനും മീഡിയേറ്റർ ആയിട്ട് നിൽക്കുന്ന മോശയുടെ അടുത്താണ് കൂടുന്നത് സമാഗമന കൂടാരം. സ്തോത്രം. സമാഗമന കൂടാരത്തിന് എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ടെൻ്റ് അടിച്ചാണ് താമസിക്കുന്നത്. ഓരോരോ ഗോത്രങ്ങൾക്കും 3 ഗോത്രങ്ങൾക്ക് 4 വശത്തും ടെൻറ്റുകളുണ്ട്. ആരേതെല്ലാം ടെൻറ്റുകൾ ഇന്ന് വേണമെന്നുണ്ട്. ഓരോരുത്തരും അവനവൻ്റെ ടെൻറ്റിൻ്റെ കുറ്റികൾ ഊരണം. ഫസ്റ്റ് കാഹളം കേൾക്കുമ്പോൾ, സുവിശേഷം എന്ന കാഹളം കേൾക്കുമ്പോൾ ഏത് കൂടാരത്തിൽ കുറ്റിയടിച്ചിരിക്കുന്നോ ദൈവം അനുവദിച്ചു. ഓരോരോ പ്രയാണങ്ങളിലും അവര് സ്തോത്രം വരുന്ന സ്ഥലങ്ങളിൽ അതാ സ്ഥലങ്ങളിൽ ടെൻ്റ് അടിച്ച് തന്നെയാണ് പാർക്കുന്നത്. അവിടെ നിന്ന് പുറപ്പെടുന്ന സമയത്തിന് ഫസ്റ്റ് കാഹളം ഊതുമ്പോൾ ഓരോരുത്തരുടെ റെസ്പോൺസിബിലിറ്റിയാണ് താന്താൻ്റെ കൂടാരത്തിൻ്റെ കുറ്റികൾ ഊരി താന്താൻ്റെ ടെൻറ്റിനെ മടക്കി യാത്രയാകുവാൻ തയ്യാറെടുപ്പോടുകൂടെ സമാഗമന കൂടാരത്തിന് മുമ്പേ വരണം. ഗംഭീര ധ്വനിയായി കാഹളം ഊതുമ്പോൾ ഓർഡറുണ്ട്. കിഴക്കേ പാളയം ആദ്യം പുറപ്പെടണം. ഇതേ തന്നെ ഫസ്റ്റ് കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ ഓരോരുത്തരും താന്താനും നിരയിലത്രേ. ഇതെല്ലാം വളരെ ആഴത്തിൽ അടിസ്ഥാന ക്ലാസ്സുകൾ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഇല്ലെങ്കിൽ വെബ്സൈറ്റിലുണ്ട്. ഫെസ്റ്റിവൽസ് പറഞ്ഞുകൊണ്ട് 7-9 എപ്പിസോഡുകളുണ്ട്. സ്തോത്രം. സുവിശേഷം എന്ന് ഏത് സുവിശേഷ? ഇന്ന് ലോകത്തിൽ അനേകർക്ക് സുവിശേഷം. കത്തോലിക്കർക്ക് അവരുടെ സുവിശേഷമുണ്ട്, ഓർത്തഡോക്സിന് അവരുടെ സുവിശേഷമുണ്ട്, മാർത്തോമക്കാർക്ക് അവരുടെ സുവിശേഷമുണ്ട്, ഓരോ പെന്തക്കോസ്ത് ഡിനോമിനേഷനും അവരവരുടെ സുവിശേഷമുണ്ട്. ഇതുകൊണ്ടൊന്നും സമാഗമന കൂടാൻ ക്രിസ്തു വസിക്കുന്ന
സമാഗമന കൂടാരത്തിലേക്ക് പ്രവേശിക്കാൻ സാധ്യമല്ല. ക്രൂശിക്കപ്പെട്ടവനെ ക്രിസ്തുവിന് സുവിശേഷം ഏറ്റെടുത്തുകൊണ്ട്, ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട്, ഉയർത്തെന്നിട്ടാണ് ക്രിസ്തുവിനെ ധരിക്കുന്നത്. കാരണം ക്രിസ്തു മുമ്പേ, അതിപരം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ. അല്ലാത്തൊരു ഉയർത്തെഴുന്നേൽക്കാൻ പോകുന്നില്ല. ഇതെല്ലാം സീരിയസ് ആയ വിഷയങ്ങളാണ്, പക്ഷേ വളരെ സിമ്പിളുമാണ്. എന്നറിയോ, സെൽഫിനെ ഡിനൈ ചെയ്യാനുള്ള മടി, ഭയം. ഞാൻ വിട്ട് കളഞ്ഞാൽ എനിക്കെന്ത് സംഭവിക്കും? ഇത് വിട്ട് കളഞ്ഞാൽ ചത്തുപോകുമ്പോൾ, മറ്റുള്ളവരും തലയിൽ കൂടെ വണ്ടി ഓടിക്കുമ്പോൾ വിട്ട് കളയും. ക്രിസ്തുവിനെ സ്വീകരിക്കാൻ വണ്ടി ഓടിക്കുന്നത് കാണട്ടെ. മരണം പോലെ നിന്നെ കണ്ട വിറച്ചു നിൽക്കും. സേറ്റാൻ നിന്നെ കണ്ട് വിറച്ചു നിൽക്കും. കാരണം അവനെ ശിക്ഷ വിധിക്കുന്ന അതേ ദൈവം തന്നെയാണ് നിനക്ക് പകരമായി പാതാളത്തിൽ പോയി വെന്തിരിഞ്ഞ് പ്രാശ്ചിത്തമായി തുറന്നത്. ലുക്ക് അറ്റ് ദാറ്റ് ഡിഫറൻസ്. ആ കോൺട്രാസ്റ്റ് എത്രമാത്രം വലുതാണെന്ന് നോക്കൂ. സ്തോത്രം. സമാഗമന കൂടാരത്തിന് മുമ്പിൽ വരുന്നവരാണ് ഗംഭീര ധ്വനിയായ കാഹളം കേൾക്കുമ്പോൾ പുറപ്പെടുന്നത്. അതിനും ഓർഡറുണ്ട്. സ്തോത്രം, സ്തോത്രം. അപ്പോൾ ആത്മാവിൻ്റെ ഐക്യത, സമാധാന ബന്ധത്തെ കാക്കണമെങ്കിൽ ഈ പറഞ്ഞ കണ്ടീഷൻസ് ഒക്കെ ഒന്നായി തീരണം. ശരീരം ഒന്ന്, പെന്തിക്കോസിന് ഒരു ശരീരം, അതിനകത്ത് തന്നെ ഷാരോണ ഒരു ശരീരം, IPC പേര് മൂത്തെടുത്ത അപ്പച്ചന്മാരാണ്, IPCക്ക് ഒരു ശരീരം, ചർച്ച് ഓഫ് ഗോഡിനൊരു ശരീരം, അതിനകത്ത് തന്നെ ഹിന്ദു എന്ന് വന്നവർക്ക് വേറെ ശരീരം, വലിയ മാർത്തോമാച്ചായന്മാർക്ക് വേറെ ശരീരം. അതിനകത്ത് 2 ഗ്രൂപ്പാണ്. ഇതൊന്നും നടക്കുന്നതല്ല. ഇതൊക്കെ സെൽഫിൻ്റെ മാനിഫെസ്റ്റേഷൻസിനാണ്. ഇതിനെ അങ്ങ് കീറിക്കളയുക. ഞാൻ കുപ്പയാണ്, കുപ്പ, വെറും കുപ്പ, ചീഞ്ഞളിഞ്ഞതാണ്. നിന്റെ കൃപയുണ്ടെങ്കിൽ കർത്താവ് നിനക്ക് എന്നിൽ വസിക്കാം. യു ആർ എ ഹോളി ഗോഡ്. ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വി ആർ നോട്ട് വർത്ത് ടു റിസീവ് ഹിം, ബട്ട് അവൻ്റെ ഗ്രേസ് അത്രമാത്രം വലുതാണ്. അവൻ്റെ ഗ്രേസ് അത്രമാത്രം വലുതാണ്. നമ്മുടെ നീതി പ്രവൃത്തി കൊണ്ടും നമ്മുടെ സംസാരങ്ങൾ കൊണ്ടൊന്നും നമ്മുടെ വിശുദ്ധ ജീവിതം കൊണ്ട് അവനെ റിസീവ് ചെയ്യാൻ സാധ്യമല്ല. ഗ്രേസ്, ഗ്രേസ്. ഹല്ലേലൂയ. വിശ്വാസം ഒന്ന്, വിശ്വാസം ഒന്ന്. ഞാൻ വീണ്ടും ഡീപ്പായിട്ട് പറയുന്നത്, നിങ്ങളുടെ ഏതൊരു കാര്യത്തിലും ഉയർത്തെന്ന ക്രിസ്തു എന്ന പേഴ്സണെ നിങ്ങളുടെ ജീവിതത്തിൽ അഡോപ്റ്റ് ചെയ്ത് അവനുമായിട്ട് ഒന്ന് ചേർന്ന് ജയ ജീവിതം ലഭിക്കുന്നോ, നിങ്ങളുടെ വിശ്വാസം ജെന്യുവിനാണ്. അല്ലാത്ത വിശ്വാസം വിശ്വാസമല്ല. ഓരോ ടെസ്റ്റുകളിലും ഓരോ അവസരം നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ വിശ്വാസിയാണോ അല്ലയോ. അല്ലെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ജസ്റ്റ് സറണ്ടർ യുവർ സെൽഫ്, ത്രോ യുവർ ഓൾഡ് ഫെയ്ത്ത്. ഉടച്ചുകൾ കൊണ്ട് പേടിക്കേണ്ട. ഉടച്ചുകൾ തന്നെ ശരിയായ വിശ്വാസം അല്ലെങ്കിൽ വിട്ടുകളയാതിനെ. ഇതുകൊണ്ട് എനിക്ക് രക്ഷ പ്രാപിക്കാൻ സാധിക്കില്ല. എനിക്ക് രക്ഷ പ്രാപിക്കാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഒരേ ഒരു നാമമുള്ളൂ, യേശു ക്രിസ്തു എന്ന ഏക നാമം. ഏത് യേശു ക്രിസ്തു? ഉയർത്തെഴുന്നേറ്റവൻ. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചവനല്ല, കുരുടിന് കാഴ്ച കൊടുത്തവനല്ല. അപ്പം ചോദിക്കുക, അത് ഒരേ പേഴ്സണാലിറ്റി അല്ലയോ? യെസ്, അത് ടെമ്പററി എടുത്ത ഒരു പേഴ്സണാലിറ്റിയാണ്, ടെമ്പററി എടുത്ത ഒരു ശരീരം. അവനല്ല നിന്നെ രക്ഷിക്കുന്നത്. ഇപ്പോൾ രക്ഷിക്കണമെങ്കിൽ ഇപ്പോൾ സ്വർഗത്തിന് മുമ്പിൽ സകല അധികാരങ്ങളായി സ്വർഗത്തിൽ വാഴുന്നത് പോലെ നിന്നിൽ വാഴണം. സ്തോത്രം. അതിനാണ് വിശ്വാസികളുമായി ക്രിസ്തുവിൻ്റെ ബന്ധങ്ങൾ എന്ന പുസ്തകം എഴുതുന്നത്. എത്ര പേര് ഇപ്പോൾ വായിക്കുന്നുണ്ടോ? സ്തോത്രം. ഞാൻ വീണ്ടും വീണ്ടും പറയാണ്, ഫെയ്ത്ത് ജെന്യുവനായിട്ട് ഭയം വരുന്നുണ്ട്. പറയും, കർത്താവ് എനിക്ക് ഭയമുണ്ട്. ഇറ്റ്സ് മൈ സെൽഫ്, ഇറ്റ്സ് മൈ പേഴ്സണാലിറ്റി. അതാണ് ഞാൻ എന്ന് ഞാൻ. ബട്ട് യു ആർ ഗാഡ്, യു ആർ ഗാഡ്, യു ആർ മൈ ക്രിയേറ്റർ, യു ആർ മൈ റിഡംപ്ഷൻ, യു ആർ മൈ സാൽവേഷൻ. എൻ്റെ ഈ ബലഹീനതയ്ക്കും എൻ്റെ ഈ കൃപ കൊണ്ട് കവിയെ, എൻ്റെ ഈ ഭയത്തിനും എൻ്റെ കൃപ കൊണ്ട് കവിയെ, എൻ്റെ നിരാശയുടെ എൻ്റെ കൃപ കൊണ്ട് കവിയെ. എനിക്ക് തളർച്ചയുണ്ട് കർത്താവ്, ശാരീരിക ക്ഷീണമുണ്ട് കർത്താവ്. ഹെൽപ്പ് മീ, ഹെൽപ്പ് മീ. നീ ഈ പാതയിൽ കൂടെ കടന്നു പോയവനല്ലയോ? നീ പാതയിൽ കൂടെ കടന്നു പോയവനല്ലയോ? എനിക്ക് വേണ്ടി നീ അക്കാട്ടത്തൊക്കെ സഹിച്ചവനല്ലയോ? യു ക്യാൻ ഹെൽപ്പ് മീ, പ്ലീസ് ലോർഡ്, യു ക്യാൻ ഹെൽപ്പ് മീ. അങ്ങനെ വിശ്വാസം ചെയ്യുന്നവനാകട്ടെ. സ്നാനത്തെക്കുറിച്ച് പിന്നെ പഠിക്കാം. വിശ്വസിക്കുന്നവർക്ക് സ്നാനം, വിശ്വസിക്കുന്നവർക്കാണ് സ്നാനം. സ്തോത്രം. ദൈവം കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. വിശ്വാസത്തെ പ്യൂരിഫൈ ചെയ്യുക. 2 കൊരിന്ത്യൻസിൽ 13 പറഞ്ഞിരിക്കുന്നതാണ്, നിങ്ങളുടെ വിശ്വാസത്തിൽ ഇരിക്കുന്നവർ നിങ്ങളെ തന്നെ പരിശോധിപ്പിക്കും. ഇറ്റ്സ് എ കമാൻഡ്. അതുകൊണ്ട് നമുക്ക് തെറ്റില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ വിശ്വാസത്തോട് ശരിയോട് പേടിക്കുവാനല്ല.
ഓരോ ടെസ്റ്റിലും ഓരോ അവസ്ഥയിലും നിങ്ങൾ ആശ്രയിക്കുന്നു. ആരെ ആശ്രയിക്കുന്നു? ആശ്രയിക്കാൻ ഭയം തോന്നുന്നുണ്ട്. പറയും കർത്താവ്, എനിക്ക് ഭയം വരുന്നുണ്ട്, എനിക്ക് ഭയം വരുന്നുണ്ട്. റേസ് അതാണ് ഞാൻ. ബട്ട് യു ആർ ഗാഡ്. ഐ എം എ ഡസ്റ്റ്. ഞാൻ വെറും ഡസ്റ്റാണ് കർത്താവ്. ബട്ട് യു ആർ ഗാഡ്, യു ക്യാൻ സേവ് മീ. നീ സ്വർഗത്തിലും ഭൂമി സകല അധികാരമുള്ളവനെ, എനിക്ക് വേണ്ടി എന്ത് ചെയ്യാൻ അധികാരമുള്ളവനാണ്. പാലിയെ ചേറ്റിന്റെ മരുന്ന് എന്നെ വീണ്ടെടുക്കാൻ വേണ്ടി നീ പാതാളത്തിൽ പോയി എന്തിരിക്കും സ്നേഹത്തിന്റെ കുറയുന്നില്ല. സ്തോത്രം. കർത്താവ് ബലപ്പെടുത്തിയാട്ടെ. വിശ്വാസം പെർഫെക്റ്റ് ആകട്ടെ, ജെന്യുവിൻ ആകട്ടെ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ നെറ്റിനുമായ ദൈവമേ, സ്വർഗീയപിതാവേ, വിശ്വാസത്തിന്റെ നായകന് പൂർത്തി വരുത്തുന്നതിനുമായി ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുടെയും വിശ്വാസം നിന്നിൽ ഉറയ്ക്കുവാൻ, നിന്നിൽ മാത്രം ഉറയ്ക്കുവാൻ കർത്താവ് സഹായിച്ചാൽ ബലഹീനതകൾക്കും കുറവുകൾക്കും വേണ്ടി കർത്താവ് നിന്റെ കൃപ കൊണ്ട് കവിഞ്ഞത് പരിശുദ്ധാത്മാവ ദൈവമേ, ഓരോ പരിശോധനകളിലും വിശ്വാസത്തിന്റെ ഒറിജിനാലിറ്റി ജെന്യുവനായിട്ട് കർത്താവെ നശിപ്പിക്കുവാനല്ലോ ബലപ്പെടുത്തിയാട്ട്. ബലഹീനമേ കൃപ കൊണ്ട് കവിഞ്ഞ് ക്രിസ്തുവിൽ തന്നെ വെളിപ്പെടുത്തിയാട്ട്. തിരുനാമത്തെ ഉയർത്തുന്നു. ഇസ്രായേലിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ്, നിന്റെ ജനത്തിനെതിരായിട്ടും വാടകോരുന്ന ഓരോ ശക്തികളും നിന്റെ ജ്ഞാനം, നിന്റെ ശക്തിയും കാണുവാനിടയാകട്ടെ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവ് ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും കൂട്ടായ്മയും നാം ഓർത്ത് പ്രാർത്ഥിച്ച ഒരു വിഷയത്തിന്മേൽ, നാം അനുഗ്രഹിച്ച അനുഗ്രഹത്തിന്മേൽ, നാം കേട്ട നാട്ടുകളോടും വചനത്തിന്മേൽ, നാം ചെയ്ത ശുശ്രൂഷകളിന്മേൽ ഈ നിമിഷം തുടങ്ങി നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത വരെയും പ്രവർത്തിക്കുവാനായിട്ട് ക്രിസ്തു യേശുവിൽ ചെയ്ത് നൽകിയ ദൈവത്തെ കാര്യങ്ങളെ ഓർത്ത് നമുക്ക് ഒരിക്കൽ കൂടി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവ് യേശുവേ വരെയാണ്. സ്തോത്രം. താങ്ക് യു.